നിങ്ങളുടെ ലൈഫിൽ ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ എന്തൊക്കെ ചെയ്തിട്ടും ലൈഫിൽ കറക്റ്റ് വർക്കൗട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര അൺലക്കി ആണെന്ന് പറയും ചില ആളുകൾ. ആൻഡ് സംഹൗ ഇവർ പറയുന്ന പോലെ ആയിരിക്കും ഇവർ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ടാവും. എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യം വർക്കൗട്ട് ആവാത്തൊരു ലൈഫായിരിക്കും അവർ ലീഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോയിൻസിഡൻസ് അല്ല, ദിസ് ഇസ് ആക്ച്വലി സയൻസ് ആൻഡ് ദാറ്റ്സ് എനർജി. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ്ലി ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നും അതെങ്ങനെയാണ് നിങ്ങളെ റിയാലിറ്റി ഓൾട്ടർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി അതെങ്ങനെയാണ് റീപ്രോഗ്രാം ചെയ്യുക എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ യൂഷ്വലി കാണുന്ന പോലെ യൂട്യൂബിലുള്ള പോലത്തെ ഒരു സൈക്കോളജി ബേസ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കില്ല. ബിക്കോസ് ഈ ഒരു കാര്യം ഞാൻ കംപ്ലീറ്റ്ലി ഒരു എനർജി ബേസ് ആയിട്ടായിരിക്കും പറഞ്ഞു തരുന്നുണ്ടാവുക. ആൻഡ് ആസ് യു നോ, ഞാൻ സർട്ടിഫൈഡ് പ്രാണിക് കില്ലർ ആണ്. അതുകൊണ്ട് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ആ ഒരു സോർട്ട് ഓഫ് ആംഗിളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, സോ ദാറ്റ് ഐ ക്യാൻ കണക്ട് യു ബോത്ത് ഓഫ് ദ വേൾഡ്സ്. സോ മേക്ക് ഷുവർ യു ഗൈസ് വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. നമുക്ക് ആ ഒരു എനർജി ലെവലോട്ടുള്ള എക്സ്പ്ലനേഷന് മുന്നേ നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നുള്ളതിന് ഒരു ബേസിക് ഫൗണ്ടേഷൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. നമ്മളൊരു മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ട് പാർട്സ് ഉണ്ട്. വി ഹാവ് ദി കോൺഷ്യസ് മൈൻഡ്, അതേപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഇറ്റ്സ് മോർ ലൈക്ക് എൻ ഐസ്ബർഗ്. നമുക്ക് ആ ഐസ്ബർഗിൻ്റെ മേലുള്ള ചെറിയൊരു പാർട്ടാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, വിച്ച് ഇസ് ഓൺലി ദ 10% ഓഫ് യുവർ മൈൻഡ്സ് പൊട്ടൻഷ്യൽ. ബാക്കിയുള്ളൊരു 90% വരെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്, വിച്ച് ഈസ് ബിലോ ദി ഐസ്ബർഗ്, ആ ഒരു വലിയ പാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളൊരു സ്റ്റേറ്റാണ്. നമ്മളുടെ ഇപ്പോൾ കറൻ്റ് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തിങ്ക് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഒരു കോൺഷ്യസ് സ്റ്റേജിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. ബട്ട് നിങ്ങളുടെ ആ ഒരു 90% കിടക്കുന്നത് സബ് കോൺഷ്യസ് സ്റ്റേജിലാണ്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സെൽഫ് ഇമേജ്, നിങ്ങൾക്കുള്ള ബിലീഫ് സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ സബ് കോൺഷ്യസ് ലെവലിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കോൺഷ്യസ്ലി ഇപ്പം നിങ്ങൾ കറൻ്റ്ലി എടുക്കുന്ന ഡിസിഷൻസ് നിങ്ങൾ വിചാരിക്കുന്നത് കോൺഷ്യസ്ലി നിങ്ങൾ എടുക്കുന്ന ഒരു സംഭവമാണ്. ബട്ട് നിങ്ങളൊരിപ്പോൾ 20 ഇയേഴ്സ് ഓൾഡായ 30 ഇയേഴ്സ് ഓൾഡായ ഒരാളാണെന്ന് വിചാരിക്കാം. നിങ്ങൾ ഈ 20 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സബ് കോൺഷ്യസിലുള്ള ആ ഒരു ഇമേജ് പ്രകാരമാണ് നിങ്ങളിപ്പോൾ കറൻ്റ്ലി ചൂസ് ചെയ്യുന്ന ഓരോ ഡിസിഷൻസ്. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ കോൺഷ്യസ്ലി ആണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും ആക്ഷൻസ് എടുക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുക. ബട്ട് ശരിക്കും പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഓരോ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയൊരു തുടക്കം വേണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് സബ് കോൺഷ്യസ്ലി ആ ഒരു കാര്യം പിടിച്ച് വലിക്കുന്നതുകൊണ്ട് കോൺഷ്യസ്ലി നിങ്ങൾ തീരുമാനിക്കുകയാണ്, ബട്ട് സബ് കോൺഷ്യസ് ലെവലിൽ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല. അതുകൊണ്ടൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഒരു ഗോൾസ് സെറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഗോൾസ് നിങ്ങൾക്ക് ആ ഒരു കാര്യം അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇൻ കോൺഷ്യസ്ലി നിങ്ങൾക്ക് യു വാണ്ട് സംതിങ് ന്യൂ, ബട്ട് സബ് കോൺഷ്യസ്ലി യു ആർ സ്റ്റിൽ ദാറ്റ് ഓൾഡ് പ്രോഗ്രാമിംഗ് വേ. നിങ്ങൾ ആ ഒരു 20 വർഷമുള്ള ഒരു പ്രോഗ്രാമിലാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു മൈൻഡിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഞാൻ ഇത് പറഞ്ഞുതരുന്നത് എന്തിനാന്ന് വെച്ചാൽ യു ബേസിക്കലി നീഡ് ആൻ അവയർനെസ്. ഓക്കെ, ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞുതരുന്നുള്ള ഇവൻച്വലി ഞാൻ പറഞ്ഞുതരാം. ബട്ട് ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു സം ഓഫ് ദ തിങ്സ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ RAS, റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, നമ്മുടെ ബ്രെയിനിൽ ഉള്ള ഒരു ഫിൽറ്ററാണ് ഈ ഒരു സാധനം. ഇത് ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, നമ്മുടെ ബ്രെയിനിൽ ശരിക്കും പറഞ്ഞാൽ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി എ ഫിൽറ്റർ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ളൊരു വിശ്വാസം എന്താണോ അതനുസരിച്ചിട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത്. സോ ബേസിക് ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് യു ബിലീവ് ദാറ്റ് യു ആർ അൺലക്കി. ഓക്കെ, നിങ്ങൾ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആ ഒരു കാര്യം സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ അൺലക്കി ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ കൊണ്ട് നോട്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. സപ്പോസ് യു തിങ്ക് ദാറ്റ് യു ആർ അൺലക്കി, നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, ഓരോ മൂവ് ചെയ്യാൻ പറ്റുന്ന ഓരോ നല്ല നല്ല കാര്യങ്ങളായിക്കോട്ടെ, ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം RAS ശരിക്കും നോട്ടീസ് ചെയ്യുന്നത് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ അൺലക്കി ആണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് RAS ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് നോട്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ വന്നാലും നിങ്ങളുടെ ലൈഫ് എത്രയൊക്കെ ബെറ്റർ ആയാലും നിങ്ങൾ പറയും ഞാൻ ഭയങ്കര അൺലക്കിയാണ്, ഞാൻ വിചാരിച്ചുള്ളൂ ഇങ്ങനെ ചെയ്താലും എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെ ആവുള്ളൂ എന്ന് വിചാരിക്കും. ബിക്കോസ് നിങ്ങളുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ സപ്പോസ് യു തിങ്ക് ദാറ്റ് യു ആർ അൺ അൺലക്കി പേഴ്സൺ, നിങ്ങൾ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ അൺലക്കി ആണെന്ന് പ്രൂവ് ചെയ്യും. അതേ നേരം നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം വന്നാലും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കും, നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ വരും എന്നാണ് നിങ്ങൾ എന്തൊരു കാര്യത്തിൽ ഒരു ഗുഡ് സൈഡ് ഉണ്ടെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആ ഒരു രീതിയിൽ RAS ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളെ മുന്നിലോട്ട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവുക. സോ സപ്പോസ് നിങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മോശക്കാര്യം നടന്നു വിചാരിക്കാം, ബട്ട് നിങ്ങൾ അതിൻ്റെ ഗുഡ് സൈഡ് ആയിരിക്കും നോട്ടീസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുള്ള ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും, ചില ആളുകൾ അങ്ങനെ ആയിരിക്കില്ല. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഒരു ചെറിയൊരു കാര്യം വരും, നിങ്ങൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് ആലോചിച്ചാൽ നമുക്ക് ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ നടന്നത്, അല്ലെങ്കിൽ ആ ഒരു നല്ല കാര്യം ഉണ്ടാവേണ്ടതുകൊണ്ടായിരിക്കും ആ ഒരു പ്രശ്നം ഉണ്ടായത്. സപ്പോസ് യു മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്, നിങ്ങൾ പറയും ഇതിനേലും വലിയത് എന്തെങ്കിലും വരാനുണ്ടായിരുന്നു, ചെറുതായിട്ട് പോയി എന്ന് പറയും. ബിക്കോസ് നിങ്ങൾ ആ ഒരു റെക്ടിക്കുലർ RAS നിങ്ങളെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ ചിന്തിക്കാനാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ രീതിയിൽ തിങ്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നിങ്ങളൊരു സെയിം സർക്കംസ്റ്റാൻസസിലുള്ള ആൾക്കാർ രണ്ടുപേരും ഒരേ രീതിയിൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർ രണ്ട് രീതിയിലും ചിന്തിക്കും.
കാരണം രണ്ടുപേരെ 6 വയസ്സ് 2 രീതിയിലാണ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ഒരാൾ ഓപ്പർച്യൂണിറ്റീസ് ആണ് കാണാം, മറ്റാൾ പ്രോബ്ലംസ് ആണ് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലക്കല്ല, ദിസ് ഇസ് ആക്ച്വലി എ സോർട്ട് ഓഫ് പ്രോഗ്രാമിംഗ്. ആൻഡ് ഈ ഒരു ഇതിൽ മിക്ക ആൾക്കാരും റിയലൈസ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് എന്താണോ ഉള്ളത്. ഇപ്പം നിങ്ങൾ സപ്പോസ് യു ആർ എ 20-year-old പേഴ്സൺ, 25-year-old പേഴ്സൺ, നിങ്ങളൊരു 20 വയസ്സുള്ള ആളാണെന്ന് വിചാരിക്കും. നിങ്ങൾ ഈ 20 വർഷം നിങ്ങളെ പറ്റിയിട്ട് മറ്റാൾക്കാർ പറഞ്ഞത്, വാട്ട് യു ടോൾഡ് അബൌട്ട് യുവർ സെൽഫ്, നിങ്ങൾ സ്വയം നിങ്ങളെ പറ്റി എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് എന്താ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെ ടീച്ചേഴ്സ് എന്താണ് നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ലൈക്ക് സപ്പോസ് യു ഡോണ്ട് സ്റ്റഡി എന്നൊക്കെയാണ് നിങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ യു വിൽ റീപ്രോഗ്രാം യുവർ സെൽഫ് ഇൻ സച്ച് എ വേ. നിങ്ങൾ ഈ 20 വർഷം നിങ്ങളെപ്പറ്റി എന്താണ് കേട്ടിട്ടുള്ളത്, റിപ്പീറ്റഡ്ലി നിങ്ങളെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫീലിങ്സ് കൊണ്ട് പിന്നെയും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കറൻ്റ്ലി നിങ്ങളെ ഇങ്ങനത്തെ ഒരു പേഴ്സൺ ആക്കി എടുത്തിട്ടുള്ളത്. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം മാറ്റാമെന്ന് വിചാരിച്ചാൽ ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ബിക്കോസ് ഈ ഒരു കാര്യം നിങ്ങൾ 20 വർഷത്തോളം എടുത്തുണ്ടാക്കിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം മാറ്റാമെന്ന് വിചാരിച്ച് നിങ്ങൾ അഫർമേഷൻസ് കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ദിവസം യു മൈറ്റ് സ്റ്റിൽ ഗോ ബാക്ക് ടു ദാറ്റ് സെയിം പേഴ്സൺ. അതുകൊണ്ട് ഈ ഒരു കാര്യം ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. ഈ ഒരു കാര്യം റിപ്പീറ്റഡ്ലി ഉണ്ടായിട്ടുള്ള സംഭവമാണ്. ആൻഡ് ഇതൊരു മാറ്റിയെടുക്കാനുള്ള ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് പ്രോസസ്സ് തന്നെയാണ്. ആൻഡ് യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട് ഇൻ ദാറ്റ് വേ. ആൻഡ് ആ ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിയേറ്റേഴ്സും നിങ്ങൾക്ക് പറഞ്ഞു തരാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് ഒക്കെ മിക്ക ആളുകളും പറയുന്നുണ്ടാവുക ഒരു മെൻ്റൽ പ്രോസസ്സ് ആണെന്നായിരിക്കും കൂടുതൽ ആൾക്കാരും പറയുന്നുണ്ടാവുക. അഫർമേഷൻസ്, സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഈ ഓരോ കാര്യങ്ങൾ പവർഫുൾ ആണ്. ബട്ട് ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ പിക്ചർ മാത്രമാണ്. നേരത്തെ പറഞ്ഞ ഐസ്ബർഗ് പോലെ ഒരു ഹാഫ് പിക്ചർ മാത്രമാണ്. ഇതിന് താഴോട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആൻഡ് നിങ്ങളെ തോട്ട്സ് ആയിക്കോട്ടെ, ബിലീവ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മെൻ്റൽ പ്രോസസ്സ് മാത്രമല്ല. ഈ ഓരോ തോട്ട്സും ബിലീഫും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഈ ഒരു എനർജി ബോഡി അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡിയിൽ എനർജി ബോഡിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു തോട്ട്സും ഈ ഓരോ ബിലീവ്സും കാര്യങ്ങളും. നോട്ട് ജസ്റ്റ് മെൻ്റൽ തിങ്, എനർജി എന്ന രീതിയിൽ ഈ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചുറ്റും ഫോം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബോഡിയുടെ ചുറ്റും ശരിക്കും പറഞ്ഞ ഒരു എനർജി ബോഡി, ജസ്റ്റ് ലൈക്ക് എ നെക്ക്, ഇവിടെ ചുറ്റും ഇങ്ങനെ ഒരു എനർജി ബോഡി ഉണ്ട്. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള എനർജി ബോഡിയാണ് ഉണ്ടാവുക. ഓറ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റീൽസിലൊക്കെ കാണുന്ന ആ ഒരു ഓറ തന്നെയാണ്. ബട്ട് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് ഓറ. എല്ലാ ആൾക്കാരും 1 to 1.5 meters ആയിരിക്കും ഈ ഒരു ഓറയുടെ റേഞ്ച് വരുന്നുണ്ടാവുക. ഓക്കെ, എല്ലാവരും ബോഡിയുടെ ചുറ്റും ഈ ഒരു സാധനം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഓറ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഔട്ടർ എൻവയോൺമെൻറ്റുള്ള എനർജി വലിക്കാനുള്ളൊരു ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ഒരു സിഗ്നലാണ്, ഒരു ആൻറ്റിന പോലെയാണ്. പുറത്തുള്ള എനർജി നിങ്ങൾ എൻവയോൺമെൻറ്റിലുള്ള എയർ പ്രാണ ആയിക്കോട്ടെ അല്ലെങ്കിൽ സോളാർ സണ്ണിൻ്റെ പ്രാണ ആയിക്കോട്ടെ, ഇതൊക്കെ വലിച്ചെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഈ ഒരു ഓറ ബോഡി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മളെ ലൈക്ക് നല്ല എനർജി മാത്രമല്ല വലിക്കുന്നതാണ്. നിങ്ങളെ തോട്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബിലീവ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ ഓറയുടെ ചുറ്റും നിൽക്കുന്നുള്ളൊരു കാര്യമാണ്. ഈ ഓറ പുറത്തുള്ള എനർജി വലിച്ചിട്ട് ഇറ്റ് ഗോസ് ഇൻ ടു യുവർ ചക്ര. നിങ്ങളുടെ ബോഡിയുടെ ഉള്ളിലുള്ള എനർജി ഇതാണ് ചക്രാസ് എന്ന് പറയും. നിങ്ങളെ ഒരു 11 ചക്രാസ് ഉണ്ട്. നിങ്ങൾ ഓൺലൈനിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക 7 ചക്രാസ് ആണ്. ബട്ട് ദർ ആർ ആക്ച്വലി 11 മേജർ ചക്രാസ്. ഈ പുറത്തുള്ള ഈ ഓറ പുറത്തുള്ള എനർജി വലിച്ചിട്ട് ചക്രാസിലേക്ക് കൊടുക്കും. ആൻഡ് ദെൻ ഈ ഒരു ചക്രാസ് ആണ് നിങ്ങളുടെ ഫിസിക്കൽ ബോഡി വർക്ക് ചെയ്യാനുള്ള എനർജി കൊടുക്കുന്നുണ്ടാവുക. ഇതൊരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാണെങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് പനി വരുന്നതിന് മുന്നേ യു ആക്ച്വലി സ്റ്റാർട്ട് ഫീലിംഗ് ടയർഡ്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പനിയല്ല വരാം. നിങ്ങൾക്ക് പനി വരുന്നതിൻ്റെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് പനിയല്ലല്ലോ വരും. നിങ്ങൾ മനസ്സിലാവും, പനി വരുന്നുണ്ട്, ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും നിങ്ങൾക്ക്. ദാറ്റ്സ് ആക്ച്വലി ബിക്കോസ് നിങ്ങളുടെ ഓറയിലാണ് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വരുന്ന ഡിസീസ് ഉണ്ടാവുക. ഞാൻ ഇതൊരു പിക്ചർ എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു ശരിക്കുള്ള ഒരു ഹെൽത്തി ഓറ എങ്ങനെയാണ്, ഒരു അൺഹെൽത്തി ഓറ എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പനി വരുമ്പോൾ നിങ്ങളുടെ ഓറ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇറ്റ് സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് ഫ്ലക്ച്വേറ്റഡ്. ഒരു കറക്റ്റ് ഇങ്ങനെ ഷേപ്പിലല്ലാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പാതി ഇങ്ങനെ കട്ടായിട്ടാണ് നിൽക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ടയർഡ്നെസ് ഒക്കെ അറിയാം. പിന്നെ ഈ ഓറ ഇങ്ങനെ ഫ്ലട്ടഡ് ആയിട്ട് ഇങ്ങനെ കട്ടായി നിൽക്കുമ്പോൾ ഇതതിനനുസരിച്ച് നിങ്ങളുടെ ഓരോ ചക്രാസിൽ പ്രശ്നം വരുത്തും. എനർജി കറക്റ്റ് സക്ക് ചെയ്യാൻ പറ്റില്ല, ഓരോ കൺജസ്റ്റഡ് ആയിട്ട് വരും എനർജി ചക്രാസിലൊക്കെ. ആൻഡ് ഇവഞ്ച്വലി നിങ്ങൾക്കത് ഫിസിക്കൽ ബോഡിയിലോട്ട് വരും. ഏറ്റവും ആദ്യം ശരിക്കും പറഞ്ഞാൽ എനർജി ബോഡിയിലാണ് പ്രശ്നം വരിക. അതിനുശേഷമാണ് ഈ ഒരു ഫിസിക്കൽ ഡയമെൻഷനിലോട്ടുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പനി വരുന്നതിന് മുന്നേ ഓറയിൽ എഫക്റ്റ് ആവും, ചക്രാസിൽ എഫക്റ്റ് ആവും, എന്നിട്ടാണ് നിങ്ങൾ ഫിസിക്കൽ ബോഡിയിൽ വരുന്നുണ്ടാവും. സോ വാട്ട് ഐ എം ട്രൈങ് ടു എക്സ്പ്ലെയിൻ ഈസ്, നിങ്ങൾ ഈ ഒരു സാധനം മാത്രമല്ല, നിങ്ങൾ ചിന്തിക്കുന്ന തോട്ട്സ് ആയിക്കോട്ടെ, ഇമോഷൻസ്, ബിലീഫും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ 20 വർഷം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഓറയുടെ ചുറ്റുമുണ്ട്. അപ്പം നിങ്ങൾ അഫർമേഷൻസ് കാര്യങ്ങളും മാത്രം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആ ഒരു മെൻ്റൽ പ്ലെയിനിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ബട്ട് യുവർ ഓറ, യുവർ എനർജി ബോഡി, ഇതിൽ ചേഞ്ചസ് വരുന്നില്ല. നിങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള അതേ രീതിയിലുള്ള ഓറ, നിങ്ങളുടെ ആ ഒരു തോട്ട്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി ബോഡിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. ഞാൻ അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം. ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ചെറുതായിട്ട് ഇതിൻ്റെ ബേസിക്കൊക്കെ അറിയുന്ന ആൾക്കാർ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ബട്ട് ഐ വിൽ ട്രൈ മൈ മാക്സിമം ടു എക്സ്പ്ലെയിൻ ടു യു. നമ്മുടെ ബോഡിയിൽ ഞാൻ പറഞ്ഞ പോലെ 11 മേജർ ചക്രാസ് ഉണ്ട്. അതിൽ നിങ്ങൾക്കുള്ള ഓരോ ചക്രാസിലും ഓരോ ഫങ്ഷൻസ് ആണ്, ഓരോ ഇമോഷൻസും ബിലീഫ്സും ഓരോ ചക്രാലാണ് സ്റ്റോർ ആവുക.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇഫ് യു ആർ സമ്മൺ ഫീലിംഗ് എ കോൺസ്റ്റന്റ് ഫിയർ, നിങ്ങൾക്ക് എപ്പോഴും ടെൻഷൻ, പേടി, അങ്ങനത്തെ ഓരോ പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ബിക്കോസ് യു ഹാവ് എ കൺജസ്റ്റഡ് സോളാർ പ്ലെക്സസ് ചക്ര. ആ ഒരു സോളാർ പ്ലെക്സസ് ചക്ര, ഓരോ ചക്രാസ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സോളാർ പ്ലെക്സസ് ചക്രാസിലുള്ള കൺജഷൻ കാരണമാണ് നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഫിയർ എക്സ്പീരിയൻസ് ചെയ്യണതും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. അതുപോലെ തന്നെ ഇഫ് യു ആർ സമ്മൺ ഹൂ കാൺ ടേക്ക് ഡിസിഷൻസ് പ്രോപ്പർലി, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ബിക്കോസ് ഓഫ് യുവർ അജ്ന ചക്ര. ഈ ഒരു ചക്ര നിങ്ങൾക്ക് ശരിക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവും, തേർഡ് ഐ എന്ന് പറയും. കുറേ റീൽസിലും കുറേ യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ അജ്ന ചക്ര അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ചക്രാൻ്റെ ഒരു കൺജഷൻ കാരണമാണ്, അല്ലെങ്കിൽ ഈ ഒരു ചക്ര പ്രോപ്പർലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന ഡിസിഷൻസിൽ വിശ്വാസം ഇല്ലാത്തത്. അതേപോലെ തന്നെ ഇഫ് യു ആർ സമ്മൺ ഹൂ കാൺ റിസീവ് ലവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലവ് കൊടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ബിക്കോസ് ഓഫ് യുവർ ഹാർട്ട് ചക്ര. അപ്പോൾ ഞാൻ പറഞ്ഞുതരാമെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള ഓരോ പ്രശ്നങ്ങളും ഓരോ ചക്രാസിൽ പല രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നുള്ളത്. ഇതുകൊണ്ടാണ് ചില ആളുകളുടെ സർക്കംസ്റ്റാൻസസ്, ലൈഫും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താലും അവർ പണ്ടത്തെ പാറ്റേണിലായിരിക്കും പോകുന്നുണ്ടാവുക. ലൈക്ക് ദെയർ ഔട്ടർ സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ മാറി, ബട്ട് അവരുള്ളിലുള്ള ചക്രാസും കാര്യങ്ങളുള്ള പണ്ടത്തെ അതേ സ്റ്റേറ്റിലായതുകൊണ്ട് ദേ വിൽ സ്റ്റിൽ ബി റണ്ണിങ് ഇൻ ദാറ്റ് ഓൾഡ് പ്രോഗ്രാമിക് വേ. ഈ ഒരു ഓറ എന്ന് പറയുന്നത് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഞാൻ ഒരു രീതിയിൽ പറഞ്ഞുതരാം. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത്, സപ്പോസ് യു ആർ എ പേഴ്സൺ ഹു ഗോസ് ഇൻ ടു എ ക്രൗഡ്. നിങ്ങൾ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഫംഗ്ഷന് പോയേ, അല്ലെങ്കിൽ കുറേ ആൾക്കാർ നിൽക്കുന്ന ഒരു സ്പേസിൽ പോയെന്ന് വിചാരിക്കാം. എല്ലാം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഫിസിക്കലി കഷ്ടപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും യു വിൽ ആക്ച്വലി ഫീൽ ടയർഡ്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ചുറ്റുള്ള ഓറ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു 1 to 1.5 മീറ്റേഴ്സ് വരുന്നൊരു എനർജി ബോഡിയാണ്. എല്ലാ ആൾക്കാർക്കും ഈ ഒരു എനർജി ബോഡി ഉണ്ട്, മിനിമം ഒരു 1 മീറ്റർ ഇതെങ്കിലും വരും. അപ്പോൾ ഈ ഒരു എനർജി ബോഡി ഇതിങ്ങനെ പല ആൾക്കാരുടെ ഇടയിൽ പോകുമ്പോൾ ഇത് അങ്ങോട്ട് കിട്ടും, മിക്സപ്പ്. യു ആക്ച്വലി അബ്സോർബ് ദോസ് പീപ്പിൾസ് എനർജി. ആ ആൾക്കാരെ ഓറ, നിങ്ങൾ ഓറയും ആ ഒരാളുടെ ഓറയും തമ്മിൽ മിക്സ് ആവും. ആൻഡ് അങ്ങനെ ആവുമ്പോൾ അവരുടെ ഓറയിൽ നിന്ന് നിങ്ങൾ കുറച്ച് ഇത് അബ്സോർബ് ചെയ്യും. അവരുടെ രീതിയിലുള്ള സ്ട്രെസ്, അവർക്കുള്ള ആൻസൈറ്റി, അവർ ഓറ എന്നല്ല, ഓരോ ആൾക്കാർ ഓറ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഓറ ആ ഒരു ഓറയായിട്ട് മിക്സപ്പ് ആവുക, അല്ലെങ്കിൽ അവരുടെ എനർജി അബ്സോർബ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി ടയർഡ്നെസ് ഫീൽ ചെയ്യുക. നിങ്ങൾ ശരിക്കും ഭയങ്കര കഷ്ടപ്പെട്ടൊന്നും ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഒരു പ്രോഗ്രാം, ഫംഗ്ഷൻ, എന്തെങ്കിലുമൊക്കെ കുറേ ആൾക്കാരുള്ളൊരു സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോൾ യു വിൽ ആക്ച്വലി ഫീൽ ടയർഡ്. അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് യു സി എ പേഴ്സൺ, വേറൊരാൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പരിചയമില്ല, അല്ലെങ്കിൽ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളോട് സംസാരിച്ചിട്ടില്ലാത്ത ഒരാൾ നിങ്ങൾക്ക് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റൂല. യു മൈറ്റ് ഫീൽ എന്താ പറയുക, ഇത് ശരിയല്ല, വലിയൊരു നിങ്ങൾക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ആളെ പറ്റിയിട്ട് വലിയ കണക്ഷൻ ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ആൾ നിങ്ങൾ ചിലപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ബട്ട് യു വിൽ സ്റ്റിൽ ഫീൽ എ ഡിസ്കംഫർട്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളെ സബ്-കോൺഷ്യസ്ലി നിങ്ങൾ ആ ഒരാളെ സംസാരിക്കുന്നത് റീഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എനർജി ബോഡി, നിങ്ങളെ ഓറ, അവരുടെ ഓറ സെൻസ് ചെയ്യും, അത് റീഡ് ചെയ്യും. ആൻഡ് ഐ വുഡ് സേ യു ആർ സപ്പോസ് ടു ബിലീവ് ദാറ്റ്. ആ ഒരു കാര്യം ശരിക്കും ബിലീവ് ചെയ്യാനാണ് നല്ലത്. ആൻഡ് യു വിൽ ഫീൽ ദാറ്റ്. നിങ്ങൾക്ക് ആളെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ബട്ട് എന്നാലും നിങ്ങൾ പറയും ആ ഒരു സുഖമില്ല, ആൾ എനിക്ക് അത്ര വലിയ പിടിക്കുന്നില്ല എന്ന് പറയും. അതിൻ്റെ റീസൺ ഇതാണ്, നിങ്ങൾ ഓറ, ആ ഒരാളെ ഓറ റീഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മളെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്ക് കിടക്കാം. ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഈസ് അവെയർനെസ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഓരോ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. യു കനോട്ട് ചേഞ്ച് വാട്ട് യു കനോട്ട് സീ ഓർ വാട്ട് യു ഡോണ്ട് നോ. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അറിഞ്ഞാലാണ് അനുസരിച്ച് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യു ഹാവ് ടു കീപ്പ് ആൻ അവെയർനെസ്. ഓക്കെ, നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വിചാരിക്കാം, നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലൊരു കാര്യം നടന്നു വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുക എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് ഇതെനിക്ക് അറിയായിരുന്നു, എൻ്റെ ലൈഫ് ഇങ്ങനെ ആവും, ഞാൻ എന്ത് ചെയ്താൽ അതിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഞാൻ ഭയങ്കര അൺലക്കിയാണ്, ഏത് രീതിയിലാണ് നിങ്ങളെ മൈൻഡ് പോകുന്നതെന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. യു ഡോണ്ട് ഹാവ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്, അല്ലെങ്കിൽ നിങ്ങളെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ഒബ്സർവിങ്. ബിക്കോസ് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ജസ്റ്റ് ആ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യുന്നത് ഒബ്സർവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇറ്റ് വിൽ ഇവഞ്ച്വലി സ്റ്റാർട്ട് ലൂസിങ് ഇറ്റ്സ് പവർ. ആൻഡ് ഇറ്റ്സ് ട്രൂ. നിങ്ങളുടെ മൈൻഡ് അങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെയാണ് പോകുന്നത്, ശരിയാവില്ല എന്നൊരു അവെയർനെസ് നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയാൽ eventually it will start losing its power. Second step എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി റിപ്പീറ്റേഷൻ. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ഒക്കെ റിപ്പീറ്റഡ് ഇമോഷൻസും നിങ്ങളുടെ തോട്ട്സും കൊണ്ട് ഫോം ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഓവർ റൈഡ് ചെയ്യണമെങ്കിൽ യു ആക്ച്വലി നീഡ് റിപ്പീറ്റേഷൻ. അതാണ് ശരിക്കും പറഞ്ഞ ഇതിനുള്ളൊരു സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെയും റിപ്പീറ്റഡ്ലി പ്രോസസ് ചെയ്ത രീതിയൊക്കെ മാറ്റിയെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു സബ് കോൺഷ്യസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്ന മെത്തേഡ് അഫർമേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ആയിക്കോട്ടെ. ബട്ട് ഈ അഫർമേഷൻസിലൊക്കെ ഇറ്റ്സ് നോട്ട് ഓൺലി ജസ്റ്റ് വേർഡ്സ്. നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക എന്നുള്ളത് മാത്രമല്ല, യു ആക്ച്വലി നീഡ് ഇമോഷൻ. ഒരു അഫർമേഷനിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പറയുന്ന ഒരു കാര്യത്തിന് ഒരു പ്രോപ്പർ ഇമോഷൻ ഉണ്ടെങ്കിലാണ് അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം.
ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു അഫർമേഷൻസ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു ആർ ആക്ച്വലി സപ്പോസ് ടു ഡു ഇറ്റ് റൈറ്റ് ബിഫോർ യു സ്ലീപ്പ്. നിങ്ങൾ ആ ഒരു സ്ലീപ്പിൽ ഡ്രിഫ്റ്റ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വേണം ഈ ഒരു കാര്യം അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ. ബിക്കോസ് ആ ഒരു ടൈമിൽ നിങ്ങളുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി മോൾഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങി എണീച്ച് തൊട്ട് മുന്നേ, ലൈക്ക് നിങ്ങളിപ്പോൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറങ്ങി എണീച്ച് ജസ്റ്റ് ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ അപ്പം തന്നെ വന്നിരിക്കണം. നിങ്ങൾ ലൈക്ക് ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജ് മാറും. പിന്നെ നിങ്ങൾക്ക് ബ്രെയിൻ കംപ്ലീറ്റ് മോൾഡ് ചെയ്തെടുക്കാൻ കുറച്ച് ടഫാണ്. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഇൻസിഡൻറ്റ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ബ്രദറിനുണ്ടായ ഇൻസിഡൻ്റ് ആണ്. ഹീസ് ജസ്റ്റ് 6 years old. ഓക്കെ, അവനൊരു വട്ടം എൻ്റെ മദറായിട്ട് ഒരു ജേർണിയിലായിരുന്നു. ട്രാവൽ ചെയ്യുന്ന ടൈമിൽ എൻ്റെ മദർ അവൻ ഉറക്കത്തിലായിരുന്നു. ആ ഒരു ടൈമിൽ അവൻ അവിടെ കിടത്തിയിട്ട്, കുറേ ആൾക്കാരുള്ള ഏരിയയാണ്, എയർപോർട്ടിലായിരുന്നു. ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ മദർ അവനവിടെ കിടത്തിയിട്ട് ഉറങ്ങുമായിരുന്നു. അവനവിടെ കിടത്തിയിട്ട് വേറൊരു സ്ഥലത്തോട്ട് മാറിപ്പോയി എന്തോ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അനിയൻ എണീച്ച് നോക്കിയപ്പോൾ കുറേ ആൾക്കാരുണ്ട്, ഉമ്മാനെ കാണുന്നില്ല, എൻ്റെ മദറിനെ കാണില്ല. അപ്പോൾ പെട്ടെന്ന് പേടിച്ചിട്ട് ആകെ വെപ്രാളായി, ആകെ കരച്ചിലായി. അപ്പോഴേക്കും എൻ്റെ മദർ കരയാനെ കേട്ടപ്പോൾ അപ്പം തന്നെ ഓടി വന്ന്. പക്ഷെ അപ്പം ഉണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അവൻ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു കാര്യം അവനിൽ സ്റ്റോറായി. അതുകൊണ്ട് ഇപ്പോൾ എവിടെ പോയാലും, ഏതൊരു മാളിൽ പോയാലും, അല്ലെങ്കിൽ അവന് കളിക്കാൻ പോയാലും ഇവൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് വീട്ടിലോട്ട് വരും. ഇവനക്ക് അന്നുണ്ടായിരുന്ന ആ ഒരു ഫിയർ അവനക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇവൻ കളിക്കാൻ പോയാലും ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ്സ് കൂടുമ്പോൾ ഇവൻ തിരിച്ചു വരും, എൻ്റെ ഉമ്മാനിങ്ങനെ വിളിക്കും, എവിടെ ഉണ്ടോ എന്ന് ചോദിക്കും, പിന്നെ കളിക്കാൻ പോകും. അത് വലിയൊരു പ്രശ്നമല്ല. ബട്ട് ആ ഒരു കാര്യം, ആ ഒരു ടൈമിലുണ്ടായിരുന്ന ഇമോഷൻസ്, അതേപോലെ തന്നെ ആ ഉറങ്ങി എണീച്ചിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അത് ബ്രെയിൻ ഇമ്പാക്ട് ചെയ്തു. അല്ലാണ്ട് റിപ്പീറ്റഡ്ലി ഉണ്ടായിട്ടൊരു സംഭവമല്ല, ഒറ്റൊരു ടൈമിൽ ഉണ്ടായൊരു കാര്യമാണ്. ബട്ട് അത് ആ റൈറ്റ് ടൈം, ആ ഒരു റൈറ്റ് ഇതിൽ, ആ ഒരു കംപ്ലീറ്റ്ലി ബ്രെയിൻ മോൾഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഉണ്ടായത് കൊണ്ട് അത് ഭയങ്കരമായിട്ട് അവൻ എഫക്ട് ചെയ്ത്. അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അവന് പിന്നെ വരും. ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. അപ്പോൾ ഇമോഷൻസ് അഫർമേഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു സബ് കോൺഷ്യസ്ലി ആ ഒരു കാര്യം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ വിഷ്വലൈസേഷൻ ആയിക്കോട്ടെ. നിങ്ങളൊരു കാര്യം വിഷ്വലൈസ് ചെയ്യുമ്പോൾ യു ആർ സപ്പോസ് ടു ഫീൽ ഇറ്റ്. സപ്പോസ് യു ആർ വിഷ്വലൈസിങ് ആസ് യു ആർ എസ് വെൽത്തി പേഴ്സൺ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വരുന്നതിന് മുന്നേ യു ഹാവ് ടു ഫീൽ ഇറ്റ് ആസ് ഇഫ് യു ഓൾറെഡി ഹാവ് ഇറ്റ്. എന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്ലെൻസിങ് യുവർ എനർജി ബോഡി. നിങ്ങളെ ഓറ അല്ലെങ്കിൽ നിങ്ങളെ ഈ ചക്രാസൊക്കെ ക്ലെൻസ് ചെയ്യുക എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇമോഷൻസും ഓരോ ബിലീവ്സും കാര്യങ്ങളും ഓരോ ചക്രയിലാണ് സ്റ്റോർ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഇത്രയും വർഷം ഉണ്ടായിരുന്ന ഓരോ ഇംപ്രിൻറ്റ്സ് നിങ്ങളെ ഓറയിൽ നിൽക്കുന്നുണ്ട്, നിങ്ങളെ ചക്രയിൽ അതൊക്കെ ഉള്ളതാണ്, കൺജസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ലൈക്ക് നിങ്ങളെ മൊബൈൽ റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇത് ക്ലെൻസ് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് റീസ്റ്റാർട്ട് ചെയ്ത ആ പ്രോസസ്സ് ആദ്യം മുതൽ തുടങ്ങാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു ഫിയർ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് യു ഹാവ് ടു ക്ലെൻസ് യുവർ സോളാർ പ്ലെക്സസ് ചക്ര. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് യു ഹാവ് ടു ക്ലെൻസ് യുവർ അജന ചക്ര. റിലേഷൻ അല്ലെങ്കിൽ ലവ് റിലേറ്റഡ് ആയിട്ടാണ് യു ഹാവ് ടു ക്ലെൻസ് യുവർ ഹാർട്ട് ചക്ര. ഇത് ക്ലെൻസ് ചെയ്യാൻ മാത്രമല്ല യു ഹാവ് ടു എനർജൈസ് ഇറ്റ് ടു. നമ്മളെ ഫോണിൽ ചാർജ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്താൽ കുറച്ചും കൂടെ ഒന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലേ? ജസ്റ്റ് ലൈക്ക് ദാറ്റ് നിങ്ങൾ ഓരോ ഇതിലും ക്ലെൻസ് ചെയ്യണം. ഈ ഓറ ശരിക്കും പറഞ്ഞാൽ ഒരു ജനറൽ ക്ലെൻസിങ് എന്ന് പറയും, ഓരോ ചക്രാസിൽ ലോക്കലൈസ് ക്ലെൻസിങ് എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇഫ് യു വോണ്ട് ടു ക്ലെൻസ് ഇറ്റ് യു ക്യാൻ മീറ്റ് എ സർട്ടിഫൈഡ് പ്രാണിക് ഹീലർ. അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു മെന്റൽ പ്ലെയിൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഡയമെൻഷനിൽ മാത്രമല്ല, യു ആർ ആക്ച്വലി ഹെൽപ്പിംഗ് യുവർ സെൽഫ് ത്രൂ എനർജി ഡയമെൻഷൻസ് ടു. ഇപ്പം നിങ്ങൾ അഫർമേഷൻസിലായിക്കോട്ടെ, അഫർമേഷൻസ് ഒന്നും ഈ ഒരു ഭാഗത്തോട്ട് എത്തൂല. അഫർമേഷൻസ് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള എനർജി ബോഡിയിലുള്ള ഇമേജസ് തോട്ട്സിൻ്റെ മേലെ നിങ്ങൾ പുതിയ തോട്ട്സ് വരും, അക്യുമുലേറ്റ് ആവും. ചിലപ്പോൾ ആ ഒരു ഭാഗം കൂടുതൽ ബാലൻസ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ബട്ട് പണ്ടുണ്ടായിരുന്ന ആ ഓരോ ഇംപ്രിൻസും കാര്യങ്ങളും നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ആക്ച്വലി ദ ബെസ്റ്റ്. ഇതിൽ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി പ്രൊട്ടക്റ്റിംഗ് യുവർ എനർജി ബോഡി. നിങ്ങൾ ഓറ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലെൻസിങ്ങും പരിപാടിയൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ യു ഹാവ് ടു ബി അവെയർ അബൌട്ട് ഹൂ യു മീറ്റ് വിത്ത്. നിങ്ങൾ ആരൊപ്പമാണ് മീറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ യുവർ എനർജി ബോഡി ഗെറ്റ്സ് മിക്സ്ഡ് അപ്പ്. അതുകൊണ്ട് നിങ്ങൾ ആരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങൾ സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് നിങ്ങൾ ന്യൂസ് കാണുന്ന ആളാണ്, എന്ത് സോർട്ട് ഓഫ് ന്യൂസ്, പല രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങളെ തോട്ട്സും കാര്യങ്ങളും മാറും. ഇതൊക്കെ നിങ്ങളെ എനർജി ബോഡി, നിങ്ങൾ ഓറയിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഇവൻച്വലി അത് നിങ്ങളെ ചക്രാസിലോട്ട് വരും, പിന്നെ നിങ്ങൾ ഫിസിക്കൽ ബോഡിയിലൊക്കെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് യു ഹാവ് ടു ബി അവെയർ അബൌട്ട് whoever you meet with, whoever you spend your time with. നിങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവെയർ ആവണം. ആൻഡ് ഒരു ഈസി ആയിട്ടൊരു മെത്തേഡ് ഞാൻ പറയാം. നിങ്ങൾ ശരിക്കുള്ള നിങ്ങൾ എനർജി ബോഡി ഓറ ക്ലെൻസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗെറ്റ് ഔട്ട് ഇൻ ടു സൺലൈറ്റ്. നിങ്ങൾ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് എന്താ പറയുക ഊർജ്ജം, എനർജി, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ് സണ്ണിൻ്റെ ഇത് സോളാർ എനർജി. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ പുറത്ത് കുറച്ച് രാവിലെ മോർണിംഗ് ടൈമിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ബോഡി നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ രാവിലെ നടക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ ഫീൽ ഇറ്റ്. നിങ്ങൾക്ക് രാവിലെ കുറച്ച് നേരം ഒരു 10 to 20 minutes വെറുതെ നടന്നാൽ തന്നെ
ആ ഒരു ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഒരു റീസൺ എന്താണ്, നിങ്ങൾ ആ ടൈമിൽ കുളിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം ഒരു സൺലൈറ്റിൻ്റെ ചുറ്റും നടന്നിട്ടുള്ളൂ. ആ ഒരു ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ഓറ കംപ്ലീറ്റ്ലി ക്ലെൻസ് ചെയ്യാണ്, നിങ്ങളൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഡേയിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് യു ഫീൽ റിയലി ഗുഡ്. ഇനി നമ്മളെ ഫൈനൽ സ്റ്റെപ്പ് 5, നമ്മളെ പേഷ്യൻസ് ആൻഡ് ട്രസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരാളാവാൻ ഇറ്റ് ആക്ച്വലി ടുക്ക് ഇയേഴ്സ് ഫോർ യു, മേ ബി 15, മേ ബി 20, മേ ബി 25, മേ ബി 30, 35. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കാര്യം മാറ്റിയെടുക്കണമെങ്കിൽ യു നീഡ് പേഷ്യൻസ് ആൻഡ് ട്രസ്റ്റ്. ഇതൊരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു സാധനമല്ല. അതുകൊണ്ട് അത്രയും ടൈം നിങ്ങൾ കോൺഷ്യസ്ലി അല്ലാണ്ട് ക്രിയേറ്റ് ചെയ്തൊരു സാധനം ആയതുകൊണ്ട്, അൺകോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്തൊരു സാധനമായതുകൊണ്ട് നിങ്ങൾ കോൺഷ്യസ്ലി അത് മാറ്റിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. സോ യു നീഡ് ക്ലിയർ പേഷ്യൻസ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന അഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ബട്ട് ഇറ്റ്സ് ആക്ച്വലി മേക്കിംഗ് എ ഹ്യൂജ് ഇമ്പാക്ട് ഇൻ യുവർ ലൈഫ്. അക്യുമുലേറ്റ് ചെയ്ത് ഓരോ ദിവസം ചെയ്ത് വരുമ്പോൾ അത് നല്ലൊരു മേജർ ചേഞ്ച് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ വരാം. നിങ്ങളിത് കുറച്ച് ടൈം കൂടുതൽ ഈ ഒരു കാര്യത്തിന് സ്പെൻഡ് ചെയ്ത് നിങ്ങളൊരു ആ ഒരു കാര്യം മാറ്റിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവഞ്ച്വലി യു വിൽ സ്റ്റാർട്ട് നോട്ടീസിങ് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് ഇതൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങും. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തൊരു സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ കാണുന്ന രീതി മാറി തുടങ്ങും. യു വിൽ സ്റ്റാർട്ട് ഫീലിംഗ് മോർ ലൈറ്റർ, കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും നിങ്ങൾ ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഇവഞ്ച്വലി നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളെ റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ഓൾ യു നീഡ് ഈസ് പേഷ്യൻസ് ആൻഡ് ട്രസ്റ്റ്. ഇതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് വേണം, എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോയിൽ പല രീതിയിൽ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പല ആസ്പെക്ട്സിലും ലൈക്ക് കുറേ സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കുന്നതിന് പകരം ഓരോരോ കാര്യങ്ങൾ ഞാൻ പറ്റാവുന്ന രീതിയിൽ മാക്സിമം ഇൻഫോർമേഷൻസ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഹോപ്പ് യു ഗൈസ് ആക്ച്വലി എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കുറേയൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വീഡിയോ അത്യാവശ്യം ഒരു ടൈം ആയിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഈസ് ഹൗ മച്ച് ഐ ക്യാൻ. അടുത്തൊരു വീഡിയോയിൽ കാണാം, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. അണ്ടിൽ ദെൻ, ബൈ.